ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേ 4 വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് പൊക്രയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 മണി 4 മണി ആയപ്പോൾ പൊക്രയിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പൊക്രയത്തെ കാഴ്ചകൾ. ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഒരു ഹായ് 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 ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പോയി ഞാൻ ഷൂട്ട് ചെയ്തോളാനാണ്. എല്ലാ നേപ്പാളിൽ കയറിയ ശേഷം എല്ലാ ഒരു ഹോട്ടലും കാണുന്നതാണ് ഇത് നോർമൽ കാഴ്ചകൾ. ഇതാണ് നമ്മളെ റൂം. ഏകദേശം 200 നേപ്പാളിയാണ്, അതായത് ഇന്ത്യൻ മണികൾ കൺവേർട്ട് ചെയ്ത് നോക്കി. പിന്നെ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട്. ഇപ്പം കാണില്ല, നേരത്തെ ഉണ്ടായി. ഇനി നമുക്ക് ഇതിൻ്റെ നേരത്തെ പോയിട്ട് നോക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നൊക്കെ. നമ്മൾ മേത്തലേക്ക് പോവാണ്, കുറേ സ്റ്റെപ്പ് കയറി കാണി പോകണം. രാവിലെ തന്നെ അങ്ങനെ നമ്മൾ മേത്തിലെത്തി. ഇതാണ് മേത്തത്തെ കാഴ്ച. മോനെ, മേത്തലൊരു അടിപൊളി കാഴ്ച ഉണ്ട്. ഇത് നോക്കി, എല്ലാരും സ്വപ്നം കണ്ട ഒരു സംഗതിയാണിതാ. വാടാ, ഇതാണ് മേത്തത്തെ കാഴ്ച. മുത്തേ, ഇതൊക്കെയാണ് മേത്തത്തെ കാഴ്ച. അത് നോക്കണം. അധികാട്ടോ. ഇതാണ് മേത്തത്തെ കാഴ്ച. അപ്പൊ നമ്മള് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് കൊറേ രസമുള്ള കൊറേ കാഴ്ചകൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ട്. എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ്, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടപ്പം തന്നെ നമ്മളെ പകുതി ഇത് പോയി. ഇനി അതിൻ്റെ അടുത്തെത്തിയാൽ എന്തായിരിക്കും? ബാക്കിയും വരും. എന്താണോ എന്തൊക്കെയാണോ നടിക്കാന്ന് അറിയാൻ പറ്റൂല, പക്ഷെ എന്തൊക്കെയോ നടിക്കുന്നുണ്ട്. അടിപൊളിയാണ്. അതെ, ഇനി നെട്ടില്ലേ ഞാൻ ഇവിടുന്ന് നാട്ടി നോക്ക്. അയ്യവാ, സൺറൈസ്. അതെ, നമ്മൾ കൊറേ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ ഒരുത്തം പകുതിക്കൽ വെച്ച് നമ്മൾ പറ്റിച്ച് വാനില്. പിന്നെ നമ്മൾ വേറെ ഏതോ ഒരു ബസ്സിൽ കയറി പോകുന്നു. എന്തൊക്കെയോ ഇന്നലെ സംഭവിച്ച്. എന്തായാലും അതിനുള്ളൊക്കെ പഠിച്ചാൻ തരുന്നുണ്ട്. മാഷാ അല്ലാഹ്. എന്തായാലും ആശ്ചര്യമായി. ഹെലികോപ്റ്റർ പോണേ. റാൻഡം മോർണിംഗ് കാഴ്ചകളാണ് നമ്മൾ പൊക്കരയെന്നുള്ള പോണ. വാടാ, അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെതാ അന്നപൂർണ വണ്ണാന്ന് തോന്നുന്നുണ്ട്, അറിയൂല കറക്റ്റ് എന്താണെന്നുള്ളത്. ഏണ്ട മോനെ, കണ്ടിട്ട് കണ്ണടിക്കാൻ തോന്നുന്നില്ല, അത്രയും ടോപ്പ്. അതന്നെ ഒരിപ്പോ ABC പോയി ഒരു കയറിപ്പോ നമുക്ക് എത്താൻ. ഇനി നമ്മൾ പൊക്കാര ലേക്ക് സൈഡിലേക്കാണ് ഇപ്പോൾ പോണേ. കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. മോമോസ് ആണ് നേപ്പാളിൻ്റെ ഐക്കോണിക് ഫുഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കഴിക്കണം. ഇനി പുറത്തെ കാഴ്ചകൾ കാണാം, എന്തൊക്കെയാണ് ഉണ്ടാകാൻ നോക്കുന്നത്. ചേലക്കാണ് പോടാൻ അടുത്ത്. അങ്ങനെ നമ്മള് ചായപ്പൊടിയൊക്കെ കയറാണ്. ഓ എൻ്റെ അമ്മ, അത് എന്താടാ, ഏതാ? ഇതാണ് നമ്മളെ ചായപ്പീടിയ കഫേ സെറ്റപ്പ്. ഏതാ? നാച്ചുറൽ കഫേ സെറ്റപ്പ്. ഭയങ്കര വൈബാണ്. ഹായ്, നമുക്ക് ഹായ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്ത്. ഏതാ സ്ഥലം നോക്കി, വാവ്. ആണ് നമ്മളെ ടിപ്പിക്കൽ കാഴ്ച. വാവ്, നോർമൽ കഫേ സെറ്റപ്പാണ്. പക്ഷെ ഈ ഫലൂദന്റെ ഇതിന്റെ പകരം ഇവിടെ കള്ള വില സെർവ് ചെയ്യുന്നു. ഏതാലേ, പക്ഷെ കഫേ ഒരു രക്ഷയില്ല. നമ്മളെ കഫേ സെറ്റപ്പ്. നമ്മള്
ഇതൊക്കെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഹായ് 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 എല്ലാവരും ഹായ് പറയും. ഗ്യാസിന് ക്ഷാമമായിട്ട് ഇവിടെ ഗ്യാസൊക്കെ ഉണ്ട്, നോ പ്രോബ്ലം. ഹായ്. അപ്പോൾ ഭയങ്കര ഭയങ്കര രസമാണ്. ഇനി നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം. ഫുഡ് വന്ന് അത് വാങ്ങിക്കടാ. താങ്ക് യു. അങ്ങോട്ട് വെച്ചോ. നമ്മളെ ഫുഡ് ഇതാ. നമ്മളെ നാട്ടിലത്തെ ഒരു ഗ്രീൻ പീസിൻ്റെ ഒക്കെ ഒരു മൂടില്ലേ അല്ലേ? അപ്പം നമ്മളെ ഫുഡ് വന്ന് നമ്മളെ ഫുഡ്. വാവ് നൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. മോമോസ് വരും. മോമോ വന്ന് നോട്ട് മോമോസ് ഇസ് മോമോ. നമ്മുടെ നാട്ടിലെ രസ് കൂടുതലാണ്. പക്ഷേ ഇതിന് അടിപൊളി റാശിയെ അടിപൊളി. അത് പൊളിച്ച് ആണ് നമ്മളെ സോസ്. മോമോ അതാ മോമോസ് അടിപൊളിയാണ്. സ്വർണം വാവ്. സ്വർണത്തിനെക്കാട്ടും വിലയുള്ള സാധനം. ഒന്ന് വാങ്ങിട്ട് നല്ല അനിയനെ ഓടിക്കണ്ടോ കാര്യം. ലാഭം എന്താ വെച്ചാല് ഒന്ന് നല്ല കിട്ടി. അതിപ്പോ 100 രൂപ. ഇതൊക്കെയാണ് നമ്മളെ യാത്രയുടെ കുറെ അനുഭവങ്ങള്. തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കങ്ങനെ ഇനി ഒടുക്ക എങ്ങനെയൊക്കെയാണെന്നുള്ള അറിയാം. ഒരു ഷോക്സ് വാങ്ങിയ കഥ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇനി നമുക്ക് ലേക്കിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെയാണ് നമ്മളെ ട്രക്കിംഗ് പാസ്സും ഒക്കെ എടുക്കേണ്ടി. പിന്നെ ട്രക്കിംഗ് പാസ് എടുക്കണം, പർച്ചേസ് ചെയ്യണം. പിന്നെ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു മെഡിസിനും വാങ്ങാനുണ്ട്. ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി നാളെ ഗാംഗ്രോക്കിലേക്കും പോകണം. നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്ററാണ് കാണിക്കുന്നത് ലേക്കിലേക്ക്. അത് നമ്മൾ നടന്ന് പോകാനാണ് നോക്കുന്നത്. കാരണം നമുക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കാണാനും പിന്നെ വ്യൂ ഒക്കെ കിട്ടാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് യുവർ നെയിം? സംബു. താങ്ക് യു. അങ്ങനെ നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോവാണ്. നമ്മളെ പാസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ആണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നല്ല തണുപ്പ്. ഫോറിൻ ട്രക്കറാണ്. ഏടാ? അതൊരു ഫോറിൻ ട്രക്കർ. അതാ വാവ്. ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകൾ. ഭയങ്കര പച്ചാവും. ഇതാണ് നമ്മള് ലോക്കൽ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ രാശിക്ക് നിൽക്കാനാവില്ല. ഫൈനലി രാശി സീറ്റ് വരുന്നു. അണ്ണന്മാര് രണ്ടാമതായി. ഇനി നമ്മളാണ് ഒറ്റയ്ക്ക്. कंडक्टर हाय हाय नाम क्या है? अनिमोल. कंडक्टर
സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. ഇനി നമ്മളിതാ ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ പാസ് എടുക്കാൻ പോവാണ്. അവിടാണ് നമ്മളെ പാസ് വരുന്നത്. സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലം, അത്രയും അടിപൊളി. ഇതാണ് നമ്മളെ ട്രക്കിംഗ് പാസ് എടുക്കുന്ന സ്ഥലം. പിന്നെ ചെറിയ മഴയുള്ളൂ, പക്ഷേ ഒരു മിനി സ്വിറ്റ്സർലാൻഡ് വൈബ്. അത് തന്നെ നമ്മൾ പോയിട്ടൊന്നുമില്ലെങ്കിലും പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടൊരു ഇതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ലൈഫിൽ വൺസ് എങ്കിലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ സ്ഥലം. നല്ല രസമുണ്ട്. അതായത് അത്രയും ഒരു മോശവും പറയാനുണ്ടാവും. ഇന്ന് നമ്മൾ പൊക്കാരയിൽ നിൽക്കും. നാളെ ആണ് നമ്മൾ ഗാന്ത്രോക്കിലേക്ക് പോവുക. അവിടെയും ചിലപ്പോൾ സ്റ്റേ എടുക്കും. ഗാന്ത്രോക്ക് ഒന്നുകൂടി അടിപൊളി സ്ഥലമാണ്. ഇതിൽക്കും ഡബിളാണ്. ഇവിടെ എങ്ങനെയാണെങ്കിൽ പിന്നെ ഗാന്ത്രോക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും അന്നപൂർണ ബേസ് ക്യാമ്പിൽ വൺസ് എങ്കിലും നിങ്ങൾ പോവുക. ട്രക്കിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ തരുന്നത്. ഇതാണ് ഓഫീസ്. റാഷി പ്രതി വലക്കൂല. നമ്മളെ ഇതാണ് നമ്മളെ ട്രക്കിംഗ് പാസ് വരുന്നത്. ആധാർ കാർഡ് ഉണ്ട്. ഇത് ഇത്രയും വന്ന് 1000 നേപ്പാളിയാ. ഒരാൾക്ക് 1000 നേപ്പാളിയാണ്. ക്യാഷ് റിയൈൻ ചെയ്തത്. ഇത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഹോട്ട്സ്റ്റാറാ വരുന്നതാണ്. ഇതിന്റെ പുറത്ത് ഒരു അടിപൊളി വ്യൂ ഉണ്ട്. നോക്കി, അടിപൊളി വ്യൂ. ഏതാ ക്ലീൻ സ്ഥലം. ഓക്കെ, ഇതാണ് നമ്മളെ ഓഫീസിന്റെ പുറത്തെ കാഴ്ചകൾ. വാ, അടിപൊളി ലേക്ക് ഉണ്ട് ഇവിടെ. പൊക്കാര എന്നൊരു ബോർഡ്. രാത്രി കാണാൻ ഒന്നുകൂടി രസം ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇതൊരു ആളിവിടെ ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു കാഴ്ച തന്നെ ഭയങ്കര രസം. നല്ല ക്ലൈമറ്റും അതിന് പറ്റിയൊരു പുതിയ ക്ലൈമറ്റ്. ഫുള്ള് ഒരു പച്ചപ്പ് വാരി ഇതാ പോത്ത്. അങ്ങനത്തെ കുറേ ഒരു റിസോർട്ട് സെറ്റപ്പ് ഉണ്ട്. അതൊന്നും പറയാനില്ല. ഭയങ്കര രസമായിരുന്നു. നമ്മളെ ഇത് വാസൊക്കെ എടുത്തിരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മൊത്തത്തിലൊരു അടിപൊളി. ക്യാമറനെക്കാട്ടും രസം ഈ കണ്ണ് കാണുമ്പോൾ. ക്യാമറ കിട്ടില്ല നല്ലതൊന്നും. ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ കിട്ടും. നല്ല രസമാണ്. ഇനി ഇവിടെ നമ്മളായിട്ട് നടന്നാണ് പോകുന്നത്. ഇമിഗ്രേഷൻ ഓഫീസാണ്. നമ്മളിതപ്പോൾ ലേക്ക് സൈഡ് കാണാൻ പോണേ. ഒരു വൃത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ നേപ്പാളീസ് അടിപൊളിയാണ്. നമ്മൾ ഈ നേപ്പാളി എന്ന് പറഞ്ഞ് കളിയാക്കണേക്കാട്ടും അല്ല നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ അതാ പറയുന്നത്. നല്ല വൃത്തിയുള്ള സ്ഥലം. വാ, ഏതാ മോനെ BYD. ലൊക്കേഷൻ വീണ്ടും എടുത്തെടുത്ത് പറയാം. ലൊക്കേഷന്റെ കാര്യത്തിൽ അടിപൊളി. ഇവിടെ കുറെ ഹോം സ്റ്റേ ഉണ്ട്. കുണ്ടന്മാരെന്തിനാ വെറുതെ ചെറുക്കില്ല, നടന്നു പോകും. നമ്മളങ്ങനെ ലേക്ക് സൈഡിന്റെ സൈഡിലേക്ക് പോവാണ്. ഇവിടാണ് എൻട്രൻസ് വരുന്നത്. എൻട്രൻസ് കാണിച്ചാൽ ഈനൊന്നൊരു കുറവുണ്ട്. എൻട്രൻസ് കാണിച്ചാൽ എല്ലാവർക്കും സത്യം എന്ത് വൃത്തിന്റെ കാര്യത്തിൽ നേപ്പാളീസിന് എന്താ പറയാ സത്യം. ആ ഒരു കാലിങ്ങോട് വെച്ചപ്പോഴേക്കും അമ്മ മാറിപ്പോയി സത്യം. ഇതേട്ടാടാ എടാ ഇങ്ങോട്ടല്ലേ അമ്മ പോണ്ടി, ഇങ്ങോട്ടാ പോണ്ടി. പോയോക്ക. ഇത് നമ്മള് പെർമിഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്താവും നമുക്ക് അറിഞ്ഞോടാ. പക്ഷെ ഒരു അടിപൊളി സ്ഥലമാണ്. ഏതാ മുത്തേ സ്ഥലം. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ടിലാണുള്ളത്. ഗ്രൗണ്ട് ഏതാ പൊളി. കുറേ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളെ കളിക്കാൻ കൂട്ടുമോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും.
നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോവാണ്. എത്തിയില്ല ഇതുവരെ, കുറച്ച് നടക്കാണ്ട് ഇവിടുന്ന്. നല്ല കോൺ ഈ ഒരു ക്ലൈമറ്റിന് തിന്നാൻ പറ്റിയ സാധനം. പക്ഷെ വേണ്ട, അങ്ങനെയാണ്. നല്ല ചായയൊക്കെ കുടിച്ച് നല്ലൊരു കട്ടനൊക്കെ കുടിച്ച് നല്ലൊരു പൈമ്പരിയൊക്കെ തിന്നാനുള്ളൊരു മൂടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പോയി ചായ പൈമ്പരിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കാനും അങ്ങനെ. എന്തേ എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നത് അത്രയ്ക്ക് നമ്മൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ ലേക്ക് സൈഡ് വ്യൂസ്. അങ്ങനെ നമ്മൾ ലേക്ക് സൈഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിലേക്ക് തന്നെ പോവാണ്. ഇവിടുന്ന് ഇറങ്ങാടോ. ചെറിയ മനുഷ്യന്മാരാ, റാഷിനെ മാർക്ക് വലിയ മനുഷ്യന്മാർക്ക്. ബസ് ഇറങ്ങി, നമ്മൾ ബസ് ഇറങ്ങി ഇനി റൂമിൽ കെട്ടിയിട്ടാണ്. ഹായ് ഹായ്, അതെ റൂം. ഇനി നമുക്ക് നൂഡിൽസ് വാങ്ങണം. നൂഡിൽസ് വാങ്ങാൻ വന്നാണ്. ഇവിടെ നൂഡിൽസ് ഇല്ല കേട്ടോ. നൂഡിൽസ് ഇവിടെ ഇല്ലാന്നാ പറഞ്ഞത്. ഉള്ളിവട, നമ്മുടെ നാട്ടിൽ ഉള്ളിവട ഉണ്ട്. ഉള്ളിവട നൂഡിൽസ്. ട്രക്കിങ്ങിന് ഇങ്ങനത്തെ ഇതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളെ ഉണ്ട് ഏകദേശം ഒരു 10-35 എണ്ണൊക്കെ ഉണ്ട്. പക്ഷെ അത് പോരാ, 5 ആളുണ്ട്. ഇനി എന്താക്കുക, ഇത്രയും തോന വാങ്ങിയ how many in box? 30 piece. 30 piece. How much for one box, full box? After discount? No, wait, let me. Please. Discount, no? Full box in money? Full box, no discount? If there is discount, I will take. No discount. No, you know, only get 30 rupees discount. Into മറ്റേ 400 ആവില്ല. 30 piece on China. 400. Listen, it's 20 into 30. Then Okay. it's 600. Minus 50. Gonna get 50. ഓക്കെ, എന്താക്കണം. അങ്ങനെ നമ്മൾ നൂഡിൽസ് വാങ്ങി നമ്മൾ റൂമിലേക്ക് നടന്ന് പോയോണ്ടൊക്കെയാണ്. മഴ എപ്പോഴും നിന്നില്ലല്ലേ, നേരത്തെ മാതിരി തന്നെ ഉള്ള മഴയൊക്കെ. എല്ലാ മഴയും കൊണ്ട് എന്തായാലും ഒന്നെങ്കിൽ പനി പിടിക്കും, ഭാഗ്യമുണ്ടെങ്കിൽ പനി പിടിക്കൂല, നല്ലോണം ABC കയറും. ഇതൊക്കെയാണ് നേപ്പാളിലെ പൊക്കരയുടെ കാഴ്ചകൾ. രാത്രി ഇറങ്ങാൻ പറ്റുമെങ്കിൽ രാത്രി ഇറങ്ങും. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മളിതാ ഒരു പരിപാടിയിലും കൂടിയാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എക്സ്പെൻസ് കട്ടിങ് തന്നെ. ഇതാ റാഷിയും ഇതാശുവും ഞാനുമാണ് ഷെഫ്. അന്നോട്ടെ ഇതാ നമ്മളെ നെയ്യ് ഞാൻ എന്റെ ഒപ്പം സ്പൂൺ എടുത്തോണ്ടവര് നമ്മൾ എക്സ്പെൻസ് കട്ടിങ്. അപ്പൊ ഞങ്ങളിത് തിന്നിട്ട് കാണാം. ബൈ. ഇനി ഇതായിട്ട് വരാം. അപ്പൊ നമ്മളെ ഫുഡ് ഇവിടെ റെഡി ആയിക്കിന്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. അപ്പൊ ബൈ. എല്ലാവർക്കും ഇനി നാളത്തെ വ്ളോഗ് കാണാം.